إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أوصيكم عباد الله وإياي أولا بتقوى الله സർവശക്തനും സർവനിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിക്കുന്ന ജീവിതം അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിതാവസാനം വരെ ജീവിക്കുവാനും അതിലായി തന്നെ മരണപ്പെടുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ മഴ നമ്മുടെ നാടെങ്ങും നിലനിൽക്കുന്ന, മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നടക്കുന്ന ഏത് കാര്യങ്ങളിലും, പ്രകൃതിയുടെ മാറ്റങ്ങൾ ഏത് തരത്തിലാണെങ്കിലും അതിലൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ചരിത്ര സംഭവങ്ങളും ഒക്കെ ഉണർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ ചൂട് ഏറുന്നതാണെങ്കിലും മഴ കൂടുന്നതാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസപരമായ കാര്യം മുതൽ അവന്റെ ജീവിതത്തിൽ അവൻ പുലർത്തേണ്ട ആ ഒരു സാഹചര്യത്തിൽ അവൻ ഉൾക്കൊള്ളേണ്ട നിലപാട് വരെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി പ്രിയമുള്ളവരെ, മഴ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. സൂറത്തുൽ ലുഖ്മാനിന്റെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അന്ത്യനാളിന്റെ ആ ഒരു അറിവ്, അന്ത്യനാൾ എന്നാണ് സംഭവിക്കുക എന്ന അറിവ്
അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. രണ്ടാമതായി അള്ളാഹു പറയുന്നത് വയുനസ്സിലുൽ ഗൈസ്, അതേപോലെ ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിക്കുന്നവനും അത് മഴ എപ്പോഴാണ് പെയ്യേണ്ടത് എന്ന കാര്യങ്ങളുമൊക്കെ അറിവുള്ളവൻ അള്ളാഹുവാൻ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ളവയെ കുറിച്ചുള്ള അറിവുള്ളവനും അള്ളാഹുവാൻ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനിയൊരു അടുത്തൊരു ദിവസം നാളെ എന്താണ് ഞാൻ ചെയ്യുക എന്നത് ഒരു നഫ്സിനും പറയാൻ സാധ്യമുള്ള കാര്യമല്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് സമയത്താണ് താൻ മരിക്കുക എന്നത് ആർക്കും തന്നെ പറയാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അറിവുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു മഴ അത് നൽകുന്നവൻ അള്ളാഹുവാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പഠിപ്പിക്കുന്നത്, വഅൻസൽനാ മിനസ് സമാഇ മാഅ, നാമാണ് ആകാശത്തു നിന്ന് വെള്ളമിറക്കിയത്, ബിഖദരിൻ, അതിനാവശ്യമായ തോതിൽ, അതിന്റെ തോതനുസരിച്ചുകൊണ്ട് മഴയിറക്കിയത് അല്ലാഹുവാൻ. ഫഅസ്കന്നാഹു ഫിൽ അർദ്, അത് ഭൂമിയിൽ അത് കെട്ടുനിർത്തിയതും അതേപോലെ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ പരിപാലിച്ചതും അതിനെ ആക്കി തീർത്തതും അല്ലാഹുവാൻ. അതിനുശേഷം അല്ലാഹു പറയുന്നത് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ, ആ മഴയെയും ആ വെള്ളത്തെയും മാറ്റിക്കളയാനും കഴിവുള്ളവൻ അല്ലാഹുവാണ് എന്ന് സൂറത്തുൽ മുഅ്മിനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആ മഴ എന്നുള്ളത് വിശ്വാസികൾക്ക് അനുഗ്രഹമാണ്. അവന്റെ ഭൂമിയിലെ സസ്യലതാദികൾ മുളയ്ക്കുന്നതിനു വേണ്ടി, അതേപോലെ തന്നെ ജീവിതം സൗകര്യപ്രദമാകുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നു എന്നതാണ്. എന്നാൽ ഇതേ മഴ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ശിക്ഷയായി കൊണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മഴ തന്നെ, ആകാശത്ത് നിന്നിറങ്ങുന്ന മഴയെപ്പോലെ മഴ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായി കൊണ്ടും പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സൂറത്ത് ശുഅറയിൽ 173-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഅംതർനാ അലൈഹിം മതറാ, അവരുടെ മേൽ ആകാശത്തു നിന്നും മതറിനെ, അതേപോലെ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഫസാഅ മതറുൽ മുൻദിരീൻ, അത് മുന്നറിയിപ്പ് നൽകുന്ന എത്ര മോശമായ മഴയായിരുന്നു ആകാശത്ത് നിന്നിറങ്ങിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഖുർആനിന്റെ ആ ഒരു ശൈലി ശ്രദ്ധിക്കുകയാണെങ്കിൽ, കാരുണ്യമായി ഇറങ്ങുന്നിടത്ത് അല്ലാഹു മാഅൻ, മാ എന്ന് പറയും. അതല്ലെങ്കിൽ ഗൈസ് എന്ന അറബി പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുക. എന്നാൽ ശിക്ഷയായി ഇറങ്ങുമ്പോ മതർ എന്ന പ്രയോഗമാണ് ശിക്ഷയായി ഇറങ്ങുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഅംതർനാ അലൈഹിം മതറാ, അവരുടെ മേൽ നാം ഒരു തരം മഴ പെയ്യിപ്പിച്ചു. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, പ്രവാചകരെ അങ്ങ് നോക്കുക, കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, അക്രമികളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അങ്ങ് ശ്രദ്ധിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ. പ്രിയമുള്ളവരെ, ഈ ഒരു രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമുദായങ്ങളെ മഴ കൊണ്ട് നശിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. സബഗോത്രം സമൃദ്ധമായിരുന്നു, വലിയ പച്ചക്കറി, വലിയ തോട്ടങ്ങളുള്ള ആളുകളായിരുന്നു, കൃഷി സമ്പന്നമായിരുന്ന ഒരു സമുദായമാണ്. അവർ അല്ലാഹുവിനെ ധിക്കരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗോത്രത്തെ നശിപ്പിക്കുന്നത് വെള്ളം കൊണ്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാം നൂറ്റാണ്ടുകളോളം പ്രവാചകനായി ആ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തിൽ പ്രബോധനം നടത്തി. ആ പ്രബോധനത്തിന് ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിയെ കേൾക്കുന്നത്, സ്വീകരിക്കുന്നത്. ആ കേട്ട ആളുകൾക്ക് പുറമെയുള്ള ആളുകളെ, വിശ്വാസികളല്ലാത്ത ആളുകൾ, അവിശ്വാസികളായ ആളുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. അതേപോലെ ഫിർഔനിന്റെ ചരിത്രം നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാമിയെ ധിക്കരിച്ച് ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിയെ കൊല്ലാൻ പോയ ഫിർഔൻ, ആ ഫിർഔനും മുങ്ങി മരിക്കുന്നത് വെള്ളത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന
നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവ മാറ്റങ്ങളും അതേപോലെയുള്ള മഴയും വെയിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത നമ്മളിൽ ഉണർത്തുന്നതായിരിക്കണം. അത് ഒരിക്കലും നമ്മെ എതിരായി ബാധിക്കുന്നതാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭൂമി കുലുക്കമുണ്ടാകും. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മുൻപിൽ കൂടിയ ആളുകളെ വിളിച്ചുകൊണ്ട് ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ചെയ്തതിന്റെ പരിണിത ഫലമായി കൊണ്ടാണ്, നമ്മൾ പുതിയ പുതിയ ചില തിന്മകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമി ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നത്, അതേപോലെ ഭൂമി കുലുക്കമുണ്ടാകുന്നത്. ഇനിയും നിങ്ങൾ ഈ അവസ്ഥയിലാണ് തുടരാൻ നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ, നിങ്ങൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ തുടർന്നു പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഉമർ നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് താക്കീത് നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ റഹ്മാനായ റബ്ബിലേക്ക് അടുപ്പിക്കാൻ, ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ, ആ മാറ്റങ്ങളിൽ പാഠം ഉൾക്കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ നിസാരതയെ അള്ളാഹു വിളിച്ചു പറയുകയാണ്. ഒന്ന് മഴ നിർത്തി പെയ്തു കഴിഞ്ഞാൽ, ഒന്ന് തുടർച്ചയായി ഒരു 4-5 ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കി വെച്ച എല്ലാം തകർന്നു പോകാൻ, മനുഷ്യന്റെ സ്വൈര്യമായ ജീവിതം തന്നെ നശിപ്പിക്കാൻ അതിന് സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ദുർബലതയെ പഠിപ്പിക്കുകയാണ്. എത്ര വളർന്നാലും, എത്ര വലിയ കോട്ടകൾ കെട്ടിയാലും, എത്ര വലിയ സംവിധാനങ്ങളും, എത്ര വലിയ നേരത്തെ കൂട്ടി കണ്ടറിയാവുന്ന കാലാവസ്ഥയുടെ പല മാറ്റങ്ങളും കണ്ടറിയാമെങ്കിലും ഇല്ല, അതൊന്നും മതിയാവുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷകളെയും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യർ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ വെറും ദഈഫുകളായി, അശക്തന്മാരായി കൊണ്ടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൽ ഒരു സമുദായത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവർക്ക് അള്ളാഹുവിൽ വിശ്വസിച്ച സമയത്ത്, അതേപോലെ അള്ളാഹുവിൽ സൂക്ഷ്മത പുലർത്തിയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകൾ അവർക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും. എന്നാൽ വലാകിൻ കദ്ദബു, അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു, അള്ളാഹുവിനെ കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ ഒരു സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചുകുലുക്കി, അതല്ലെങ്കിൽ അവരെ അള്ളാഹു പിടിക്കുകയുണ്ടായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മളൊരു വിശ്വാസികളാണ്. ആ വിശ്വാസികളായ നമ്മൾ സമുദായത്തിലുണ്ടാകുന്ന, നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് പരീക്ഷണമായി കൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും നാട്ടിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലോ സാഹചര്യത്തിലോ നാട്ടിലോ അവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ അതവർക്കുള്ള ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ല. അവർക്കുണ്ടായത് പരീക്ഷണമാണ്. അവരെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നൽകിയിട്ടുള്ളത്. അത് ശിക്ഷയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകണം. വഹയ്യായി കൊണ്ട് പഠിപ്പിച്ചു തരാത്തൊരു കാര്യത്തെ ഒരിക്കലും ശിക്ഷയായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല, അതിന് നടക്കുകയുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും ഒരു കാര്യം, ഒരു പ്രകൃതി ദുരന്തം, ഒരാൾക്ക് ബാധിക്കുന്ന ഒരു വിപത്ത്, അതൊരിക്കലും അയാൾക്കുള്ള ശിക്ഷയാണ് എന്ന് പറയാൻ പാടില്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടും ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായവും എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ പരീക്ഷണങ്ങളുടെ വ്യത്യസ്തതയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം കയറിയുള്ള പ്രയാസങ്ങൾ, അതേപോലെ വീട് തന്നെ താൻ വർഷങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക്, ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ, അതിനുവേണ്ടി സഹായങ്ങൾ തേടേണ്ട അവസ്ഥ, മറ്റുള്ളവരുടെ കനിവിനായി കാത്തിരിക്കേണ്ട അവസ്ഥ,
ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളായി നൽകുന്നതാണ്. അല്ലാഹു പറഞ്ഞതാണ്, വലനബുലുവന്നകും, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും. പേടി കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, അതേപോലെ നിങ്ങളുടെ സമ്പത്തിലും അതേപോലെ നിങ്ങളുടെ നഫ്സുകളിലും ശരീരങ്ങളിലും വീഴ്ച വരുത്തിക്കൊണ്ട്, കുറവ് വരുത്തിക്കൊണ്ട്, അതിൽ നിന്ന് ആളുകൾ മരണപ്പെടുന്നതായി, സമ്പത്ത് നഷ്ടപ്പെടുന്നതായി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വബശ്ശിരിസ് സാബിരീൻ, എന്നാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ഈ പരീക്ഷണം ഉണ്ടാകുമ്പോ അവിടെ സന്തോഷ വാർത്ത ഉള്ളത് ക്ഷമിച്ച ആളുകൾക്കാൻ. ഇത് റബ്ബിന്റെ പരീക്ഷണാണ്. ഇത് അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ ഞാൻ എന്തു നിലപാടെടുക്കുന്നു എന്ന പരീക്ഷണത്തിനു വേണ്ടിയാണ്. അള്ളാഹു എനിക്ക് എന്ന കാര്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു എനിക്ക് പരീക്ഷണം നൽകിയത്. ഈ ആയത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വ്യക്തിക്ക്, ഒരാളുകൾക്ക് അവർക്ക് ഈ ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇത് റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണ്. ഇതിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ സഹിക്കുന്നു, റബ്ബിലേക്ക് അടുക്കുന്നു എന്നവർ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയാൻ. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ ഒരു അവിശ്വാസിയുടെ അവിശ്വാസിയുടെ സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിലൂടെ പഠിപ്പിക്കുന്നത്, നന്മ കിട്ടിയാൽ അല്ലാഹുവിലേക്ക് അടുക്കും. പക്ഷേ ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ ചിന്തിക്കും, അള്ളാഹു എന്നെ അവഗണിച്ചിരിക്കുന്നു, അള്ളാഹു എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നവരിങ്ങനെ കണക്കാക്കുമെന്നാൽ. ഒരു വ്യക്തിക്ക് അള്ളാഹു സന്താനങ്ങൾ നൽകി, അള്ളാഹു സമ്പത്ത് നൽകി, നല്ലൊരു ജോലി നൽകി, നല്ലൊരു ഭവനം നൽകി, നല്ലൊരു കുടുംബം നൽകി. ആ സമയത്ത് അവനിങ്ങനെ പറയും, ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ റബ്ബെന്നെ ആദരിച്ചിട്ടുണ്ട്, എന്നെ റബ്ബെന്നെ ആദരിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ വീട്ടിലേക്ക് ഒരു പ്രയാസം വന്നാൽ, അവനൊരു അസുഖം ബാധിച്ചാൽ, അവന്റെ വീട്ടിലേക്ക് പ്രളയം വന്ന് അവൻ ആ വീട് ഉപേക്ഷിക്കേണ്ടി വന്നാൽ, അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, അവന്റെ വീട്ടിലേക്ക് വെള്ളം കയറിയാൽ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ അവനിങ്ങനെ പറയും, ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബിദാ എന്നെ നിന്ദിച്ചിരിക്കുകയാണ്, എന്റെ റബ്ബിദാ നിന്ദിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതൊരിക്കലും വിശ്വാസിക്ക് ചേർന്ന ഒരു കാര്യമല്ല, അത് വിശ്വാസിയുടെ നിലവാരമല്ല, വിശ്വാസിയുടെ സ്വഭാവവുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ബാധിച്ച ആളുകൾക്ക് മാത്രമല്ല പരീക്ഷണം, നമ്മൾക്കും അതൊരു പരീക്ഷണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ്. നമ്മുടെ മുൻപിൽ പ്രയാസപ്പെടുന്ന ആളുകളുള്ളപ്പോ, നമ്മുടെ മുൻപിൽ പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടും അവിടെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എന്തു സഹായം നമുക്ക് നൽകാൻ സാധിച്ചു എന്ന പരീക്ഷണം നമ്മളിലും ഉണ്ടാകും. അവർക്കെന്തു നാം നൽകി, അവർക്കെന്ത് സഹായമാണ്, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ നൽകിയിട്ടുള്ളത് എന്നൊരു പരീക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രയാസമൊന്നുമില്ല, എന്റെ വീട് സേഫാണ്, അതേപോലെ തന്നെ എന്റെ കുട്ടികൾ സേഫാണ്, എന്റെ ഭാര്യയും മക്കളും ഒക്കെ എല്ലാവരും സേഫാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നുള്ളതല്ല, അതുകൊണ്ട് എനിക്ക് പരീക്ഷണമില്ല എന്നല്ല, മറിച്ച് പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് ചെല്ലുവാനും അവർക്കാവശ്യമായ കാര്യങ്ങൾ നൽകുവാനും നമുക്ക് സാധിച്ചോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയ ഒരു പ്രകൃതിയിലുണ്ടായ മാറ്റം, അതിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയാസത്തെ ക്ഷമിക്കുക, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകും. ആ ഒരു പ്രയാസത്തെ, പരീക്ഷണത്തെ മറികടന്നുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഇനിയും അധികരിച്ചുകൊണ്ട് നന്മകൾ നമുക്ക് ലഭിക്കും. ഈ ഒരു സമയത്തിനു ശേഷവും റഹ്മാനായ റബ്ബ് അധികരിച്ചുകൊണ്ട് നന്മ നമുക്ക് നൽകും. ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ശുക്ർ കാണിച്ചാൽ അള്ളാഹു അത് ഏറ്റു നൽകും. അതല്ലെങ്കിൽ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, ഈ ഒരു പ്രയാസം വന്നപ്പോ, ഈ ഒരു പരീക്ഷണം വന്നപ്പോ നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിൽ അവിശ്വാസിയാവുകയും ചെയ്യുകയാണെങ്കിൽ, കുഫ്ർ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, ഇതിലും വലിയ പ്രയാസങ്ങൾ കൊണ്ട്, ഇതിലും വലിയ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രയാസങ്ങളിൽ ക്ഷമിച്ച്, അതേപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ അവരെ ചേർത്തു പിടിക്കാനും അവരെ സഹായിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أوصيكم عباد الله وإياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ഒരിക്കൽ കൂടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏതൊരു സാഹചര്യത്തിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത അവനുണ്ട്. പ്രകൃതിദത്തമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നാം ഉൾപ്പെടാൻ പാടില്ല. റഹ്മാനായ റബ്ബ്, ഇരു ലോകത്തെയും കുറിച്ച് അറിവുള്ള റബ്ബ്, ഈ ലോകത്തെ പരീക്ഷണങ്ങൾ കൊണ്ട് നാളെയുള്ള ലോകത്ത് എനിക്ക് എളുപ്പം നൽകും എന്ന പ്രതീക്ഷയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുതന്നെയാണ് ഒരു വിശ്വാസിയുടെയും ആശ്വാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതും. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് മാത്രമാണ് അങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കുക. തൻ്റെ മകൻ മരിച്ചു, അതല്ലെങ്കിൽ തൻ്റെ വീട് നഷ്ടപ്പെട്ടു, തൻ്റെ ജോലി നഷ്ടപ്പെട്ടു, റബ്ബെനിക്ക് ക്ഷമിച്ചാൽ പ്രതിഫലം നൽകുമെന്നുള്ളൊരു ആശ്വാസം. അതേപോലെ തന്നെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ് ഇതിനുള്ള പ്രതിഫലം എനിക്ക് നൽകുമെന്ന ആശ്വാസം. ആക്രമിക്കപ്പെടുന്ന സമയത്ത് പോലും ഒരു ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് അവന് തിരിച്ച് പ്രതികാരം ചെയ്യാൻ, തിരിച്ച് സംസാരിക്കാൻ, തിരിച്ചു പറയാൻ, അതല്ലെങ്കിൽ തിരിച്ച് പ്രതികാര നടപടിക്കൊരുങ്ങാൻ അവന് കഴിവില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് റബ്ബെനിക്ക് ഇതിന് പ്രതിഫലം നൽകും, ഇതിന്റെ നീതി എന്റെ റബ്ബിന്റെ അടുക്കൽ ലഭിക്കും. അതൊരു വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന സമാധാനവും വിശ്വാസിക്ക് ലഭിക്കുന്ന ആ ഒരു സ്വബറും ക്ഷമയും ആ ഒരു മാനസികമായ സംതൃപ്തിയുമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മഴ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ പ്രവാചകൻ തമ്പടിച്ചു താമസിക്കുന്ന സമയത്ത് തലേന്ന് രാത്രി ചെറിയ മഴ ആ ഒരു ഹുദൈബിയയിൽ ഉണ്ടാവുകയാണ്. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും അവന്റെ റസൂലുമാണ് അറിവുള്ളവൻ, അറിയുന്നവൻ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുന്നു, ഖാൽ അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ ഫഅമ്മാ മൻ ഖാൽ. ഒരു വ്യക്തി പ്രഭാതത്തിൽ മുഅ്മിനായിരുന്നു, പക്ഷെ അവൻ പ്രദോഷമായപ്പോഴേക്കും അവൻ കാഫിറായി പോയി. മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനുൻ ബി കാഫിറുൻ ബിൽ കവാകിബ്. അതേപോലെ തന്നെ ഒരു വ്യക്തി പറയുകയാണ്, മഴ പെയ്തത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് എന്നൊരു വ്യക്തി പറഞ്ഞാൽ അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്. എന്നാൽ കവാക്കിബുകളെ, നക്ഷത്രങ്ങളെ അവൻ കാഫിറാക്കിയവനാണ്, നിഷേധിച്ചവരുമാണ്. فأما من قال مطرنا بنوء كذا وكذا فذاك كافر بي, എന്നിൽ കുഫ്ർ ചെയ്തവനാണ് അവൻ. ഇന്ന നക്ഷത്രത്തിന്റെ ഇന്ന മാസത്തിലെ ഇന്ന നക്ഷത്രം കൊണ്ടാണ് മഴ പെയ്യുന്നത്, അതുള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്ന തരത്തിൽ ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ വദാലിക മുഅ്മിനുൻ ബിൽ കവാകിബ് വകാഫിറുൻ ബി, എന്നിൽ കുഫ്ർ ചെയ്തവനാണ്, എന്നെ കാഫിറാക്കിയവനാണ്. എന്നാൽ അവൻ വിശ്വസിക്കുന്നത് ആ നക്ഷത്രങ്ങളെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉയർന്നാലും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം എന്നുള്ളത്. രണ്ടാമത്തത് മഴയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മുരീഅൻ മുരീഅൻ ഗദഖൻ തബഖാ ആജിലൻ ഗൈറ റാഇ വനാഫിഅൻ ഗൈറ ദാർ എന്ന പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ മഴ പെയ്യുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ,
അല്ലാഹുവേ നാഫിയായ ഉപകാരപ്പെടുന്ന മഴ നീ പെയ്യിപ്പിച്ച് നൽകണമേ. അതേപോലെ മഴ തീർന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും പ്രാർത്ഥനയുണ്ട്. മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് മഴ പെയ്തിരിക്കുന്നു എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു. അതേപോലെ മഴ അമിതമായി, മഴ നിർത്താതെ ഇങ്ങനെ പെയ്യുകയാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുവേ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങളുടെ മേൽ ഈ മഴ ഇങ്ങനെ പെയ്യിപ്പിക്കാതെ അത് മാറ്റി നൽകണം, ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്കാക്കണം. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദറാബി വബുതൂനിൽ ലൗദിയതി വമനാബിതി ശജർ, അത് മലകളിലേക്കും അതേപോലെ ആൾത്താമസമില്ലാത്ത മേഖലകളിലേക്കും അതേപോലെ തന്നെ വൃക്ഷങ്ങളുടെ വേരുകളിലേക്കും ആക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ പതിവാക്കുക. ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ നമ്മൾ കാണുകയും അവരെ കൈ ചേർത്തു പിടിക്കുകയും നമ്മൾ ചെയ്യുക. അത് നമ്മൾക്കുള്ള ഒരു പരീക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും പ്രയാസപ്പെടുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സൗകര്യങ്ങളും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിച്ച് സ്കൂളുകളിലേക്ക് മാറേണ്ടി വന്നവർ, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ചേക്കേറേണ്ടി വന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്, വീട് മുഴുക്കെ നഷ്ടപ്പെട്ടു പോയി, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ ചേർത്തു പിടിച്ചുകൊണ്ട്, ഉള്ളതുകൊണ്ട് അവരെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമുണ്ടാകും. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും കാരുണ്യം ചൊരിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയതാണ്. ഒരു മുസ്ലിമിന്റെ ഒരു ചെറിയ പ്രയാസം നിങ്ങൾ മാറ്റിക്കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തവന്റെ ഒരു പ്രയാസം മാറ്റി നൽകുമെന്നാണ്. പ്രിയമുള്ളവർ, ഒരു 100 രൂപയായിരിക്കും, അതല്ലെങ്കിൽ 500 രൂപയായിരിക്കും, അതല്ലെങ്കിൽ ഒരു ചാക്ക് അരിയായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു ടോർച്ചായിരിക്കും, അതല്ലെങ്കിൽ ഒരു കിടക്കാനുള്ള കിടക്കയായിരിക്കും. എത്ര ചെറുതാണെങ്കിലും എന്തു കാര്യമാണെങ്കിലും അവരുടെ ഒരു പ്രയാസമാണ്. ആ പ്രയാസത്തെ മാറ്റിക്കൊടുത്താൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ആരോരും സഹായിക്കാനില്ലാത്ത, ഒന്നും ഉപകരിക്കാത്ത, നമ്മുടെ നന്മ മാത്രം ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു പ്രയാസത്തെ മാറ്റും. പ്രിയമുള്ളവരെ, അതിനും വലിയ പ്രതിഫലം എന്താണ്, അതിനും വലിയ നന്മ എന്താണ്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ സാധൂകരിക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ തൊട്ടടുത്തു തന്നെ ഒരു സ്കൂളിൽ നമ്മുടെ അയൽവാസികളായ ആളുകൾ, അവർ വെള്ളം കയറി പ്രയാസപ്പെട്ടവർ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, നമ്മുടെ സ്കൂളിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അവർക്ക് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ബക്കറ്റ് പിരിവ് നമ്മൾ നടത്തുന്നത്. സാധാരണ നമ്മൾ പള്ളിയിലേക്കാണ് എടുക്കൽ. ഇന്ന് അവർക്ക് വേണ്ടി ആ ഒരു മേഖലയിൽ അവർക്ക് സംഭാവന നൽകാനും അവരുടെ ആവശ്യങ്ങൾ, അത്യാവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുമാണ് ഇൻഷാ അല്ലാഹ്. അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ, അതേപോലെ അവർക്ക് അനിവാര്യമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങളെ ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങൾ ക്ഷമിക്കാനും ആ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും റബ്ബിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്തുപിടിക്കാനും അവർക്ക് വേണ്ട നന്മകൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നൽകുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമുക്കും അവർക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
اللهم انصر إخواننا المسلمين في كل مكان اللهم انصر إخواننا المسلمين في كل مكان اللهم آت أنفسنا تقواها وزكها أنت خير من زكاها اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم أقم الصلاة